നെക്സ്റ്റ് പാർട്ട് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ആ പേരെന്നെ ഉള്ളൂ, ഗാൽവനോമീറ്റർ തന്നെയാണ്. എന്താ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്? ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ direction of electric current. Direction of electric current. Used to detect the direction of electric current. എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ direction of electric current. ഒന്നും കൂടി പറയാം. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ direction of electric current. കറണ്ടിന്റെ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ദെൻ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്തത് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ placed in the uniform magnetic field experience a torque. അതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റെക്ടാങ്കുലർ കോയിൽ, നേരത്തെ നമ്മൾ പഠിച്ച ആ ഒരു പാർട്ടാണ്. എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. അപ്പൊ എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു? എ ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് used to detect the direction of electric current. Then principle പറഞ്ഞു a current carrying rectangular coil placed in the uniform magnetic field experience a torque. എന്തോന്നും കൂടി പറയാം? a current carrying rectangular coil placed in the uniform magnetic field experience a torque. അടുത്തത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആ പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. കൺസ്ട്രക്ഷൻ of moving coil galvanometer. Moving coil galvanometer consists of an insulated copper wire is wound over a cylindrical soft iron core. എന്തിനാണ് സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ എന്ന് ചുറ്റുന്നതെന്ന് വെച്ചാൽ റെക്ടാങ്കുലർ കോയിൽ ആവാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് അയൺ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓവർ എ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ. സോ ഈ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോറിന് മുകളിലായിട്ട് ചുറ്റി. One end of the insulated copper wire is wound over a phosphor bronze spring. അലോയാണ് എന്തിനാണ് ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗ് തന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ അടുത്തതിൽ പറയും, നെക്സ്റ്റ് പാർട്ടിൽ. സോ ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗ്, then that is connected to terminal 1. ടെർമിനൽ 1 കണക്ട് ചെയ്തു. നിങ്ങൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന് 2 നോബ് കണ്ടിട്ടുണ്ടാവും. ആ ഒന്നാമത്തെ നോബാണ് ടെർമിനൽ 1. അപ്പോൾ എന്താ പറഞ്ഞത്? ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ wound over a cylindrical soft iron core. One end of the insulated copper wire is connected to phosphor bronze spring. Then that is connected to terminal 1. Another end of the insulated copper wire is connected to phosphor bronze spring. Then that is connected to plane mirror connect ചെയ്തു. Then that is connected to torsion head.
ഇൻ ദ ടോർഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗാൽവനോമീറ്ററിൽ ഒരു സൂചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും സ്പീഡോമീറ്ററിലൊക്കെ. അതിനെയാണ് ടോർഷൻ ഹെഡ് എന്ന് പറയുന്നത്. then that is connected to terminal 2. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? an insulated copper wire wound over a cylindrical soft iron core. One end of the insulated copper wire is connected to phosphor bronze spring, then that is connected to terminal 1. Another end of the insulated copper wire is connected to phosphor bronze spring, then that is connected to plane mirror, then connected to torsion head, then connected to terminal 2. Then the whole rectangular coil is placed in a cylindrical soft iron core. എവിടെയാ വെച്ചേക്കുന്നത്? സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോറിലാ വെച്ചേക്കുന്നത്. എന്തിനാണ് സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ വെച്ചേക്കുന്നതെന്ന് പിന്നെ പറയാം. സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോറിലാണ്, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ആണ് അതിന് ചുറ്റും വെച്ച്. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഒന്നും കൂടി പറയാം. an insulated copper wire wound over a cylindrical soft iron core. One end of the insulated copper wire is connected to phosphor bronze spring, then connected to terminal 1. Another end of the insulated copper wire is connected to phosphor bronze spring, then connected to plane mirror. Plane mirror സാധാരണ യൂസ് ചെയ്യുക റിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗാൽവനോമീറ്ററിലാണ് പ്ലെയിൻ മിറർ യൂസ് ചെയ്യുക. then connected to torsion head, then connected to terminal 2. രണ്ടാമത്തെ നോബ് ഉണ്ടാവും, ഒരു തിരിക്കുന്ന സാധനം, അതാണ് terminal 2. the rectangular coil is placed in between two cylindrical magnets. സിലിണ്ട്രിക്കൽ മാഗ്നറ്റിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഏകദേശം ഒരു പിക്ചർ വരെയാണ് ഞാൻ. ഇതാണ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇൻ സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, 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 ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൽ റെക്ടാങ്കുലർ കോയിൽ ഇങ്ങനെ വെച്ചാലും തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാലും 0 ഡിഗ്രി, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നാലും 0 ഡിഗ്രി, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നാലും എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിന്നാലും തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. തീറ്റ 0 ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ആൽഫ പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇൻ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പറഞ്ഞു. എന്താ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? Moving coil galvanometer is the device used to detect the direction of electric current or presence of electric current. എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞത്? A current carrying rectangular coil placed in the uniform magnetic field experience a torque. എന്താണ്? A current carrying rectangular coil placed in the uniform magnetic field experience a torque. എന്താ അതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞത്? An insulated copper wire wound over a cylindrical magnet. One end of the insulated copper wire is connected to phosphor bronze spring, then connected to terminal 1. Another end of the insulated copper wire is connected to phosphor bronze spring, then connected to plane mirror, then connected to torsion head, then connected to terminal 2. The whole rectangular coil is placed in a cylindrical magnet. In cylindrical magnet, radial magnetic field is produced. In radial magnetic field, theta is equal to 0 degree, alpha is equal to 90 degree.
അടുത്തത് അതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ 4 പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത് വർക്കിംഗിൽ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ. എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ. എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ. rectangular coil placed in the uniform magnetic field, placed in the uniform magnetic field, experience a torque, experience a torque. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇവിടുത്തെ പ്രിൻസിപ്പിൾ തന്നെയാണ്. എന്താ? എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ placed in the magnetic field experience a torque. Torque is equal to NIAB sin alpha. NIAB sin alpha. നമ്മൾ MB sin alpha ആയിരുന്നു. MB sin alpha. എമ്മിന് പകരം IA കൊടുത്തു. സോ നേരത്തെ ഒരു കോയിലായിരുന്നു, ഇവിടെ ഒത്തിരി ടേൺസ് ഉണ്ട്. ഒറ്റ ടേൺസ് ആയിരുന്നു അവിടെ, ഇവിടെ ഒത്തിരി ടേൺസ്. സോ NIAB sin alpha. ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് ടോ ഈസ് ഈക്വൽ ടു NIAB. ടോ ഈസ് ഈക്വൽ ടു NIAB. ടോ ഈസ് ഈക്വൽ ടു NIAB. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് at the same time restoring torque is at the same time restoring torque is acting on the same coil at the same time restoring torque is acting on the same coil. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ അത്രയും എമൗണ്ട് എന്തുണ്ടായിരിക്കും? അതിൽ റീസ്റ്റോറിങ് ടോർക്ക് ഉണ്ടായിരിക്കും പഴയ. സോ റീസ്റ്റോറിങ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു കെ തീറ്റ. ടോ ഈസ് ഈക്വൽ ടു കെ തീറ്റ. At the same time restoring torque is acting in the same material. Tau is equal to k theta. At equilibrium condition restoring torque is equal to applied torque. Restoring torque is equal to applied torque. Restoring torque is equal to applied torque. Restoring torque എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് ടോർക്കിന് ഈക്വൽ ആണ്. സോ കെ തീറ്റ ഈസ് ഈക്വൽ ടു NIAB. കെ തീറ്റ ഈസ് ഈക്വൽ ടു NIAB. തീറ്റ ഈസ് ഈക്വൽ ടു NIAB ഡിവൈഡഡ് ബൈ കെ. ഇതിൽ നിന്നും നാലാമത്തെ പോയിന്റ് എഴുതാം. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ഈസ് directly proportional to current passing through the galvanometer. എന്താണ്? Deflection in the galvanometer is theta is directly proportional to current passing through the galvanometer. അപ്പോൾ 4 പോയിന്റ്സ് ആ പറഞ്ഞേ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ placed in the uniform magnetic field experience a torque. Tau is equal to NIAB. At the same time restoring torque is acting on the same coil. So tau is equal to k theta. At equilibrium condition restoring torque is equal to applied torque. K theta is equal to NIAB. Theta is equal to NIAB divided by k. Theta is proportional to I. Theta is proportional to I. ഒന്നും കൂടി പറയാം. വർക്കിംഗിലെ ഫസ്റ്റ് പോയിന്റ് എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു NIAB. അറ്റ് ദ സെയിം ടൈം റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ആക്ടിംഗ് ഓൺ ദ സെയിം കോയിൽ. ടോ ഈസ് ഈക്വൽ ടു കെ തീറ്റ. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ടോർക്ക്. കെ തീറ്റ ഈസ് ഈക്വൽ ടു NIAB. തീറ്റ ഈസ് ഈക്വൽ ടു NIAB ഡിവൈഡഡ് ബൈ k. Theta is നാലാമത്തെ പോയിന്റ്. Theta is proportional to I, or deflection in the galvanometer is directly proportional to current passing through the galvanometer.
ഗാൽവനോമീറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താന്ന് പറഞ്ഞു. എന്താ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താ പ്രിൻസിപ്പിൾ പറഞ്ഞത്? എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. അതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓവർ എ സിലിണ്ടറിക്കൽ സോഫ്റ്റ് എൻഡ് കോർ. One end of the insulated copper wire is connected to phosphor bronze spring, then connected to terminal 1. Another end of the insulated copper wire is connected to phosphor bronze spring, then connected to plane mirror, then connected to torsion head, then connected to terminal 2. Then the whole setup is placed in a cylindrical magnet for producing radial magnetic field. In radial magnetic field, theta is equal to 0 degree, alpha is equal to 90 degree. Working പറഞ്ഞു. A current carrying rectangular coil placed in the uniform magnetic field experience a torque. Tau is equal to NIAB sin alpha. Tau is equal to NIAB. At the same time, restoring torque is acting on the same coil at equilibrium condition. Restoring torque is equal to applied torque. K theta is equal to NIAB. Theta is equal to NIAB divided by K. Theta is proportional to I. Deflection in the galvanometer is directly proportional to current passing through the galvanometer. Okay ആണല്ലോ. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവൻ. എന്താ സെൻസിറ്റീവ് നിങ്ങൾക്കറിയാം. സെൻസിറ്റീവ് പേഴ്സൺസ് എന്നൊക്കെ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഏരിയ. ചെറിയ ഒരു കാര്യം വരെ അയാളിന് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനത്തെ ആളുകളെയാണ് സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയാം. അതേപോലെ ഒരു ഗാൽവനോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കറണ്ട് പാസ് ചെയ്താൽ തന്നെ അതിൽ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ എന്ന് പറയും. അപ്പൊ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ ആണ് ഫസ്റ്റ്. കറണ്ട് സെൻസിറ്റിവിറ്റി ആണ്. എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ദ amount of deflection occurs. amount of deflection occurs when unit current passing through it. When unit current passing through it. ഒരു യൂണിറ്റ് കറണ്ട് പാസ് ചെയ്യുക. 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുക. 1 ആംപിയർ യൂണിറ്റ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുക പല ഗാൽവനോമീറ്ററിലൂടെ. ഏതിലാണോ ഡിഫ്ലക്ഷൻ കൂടുതൽ കാണിക്കുന്നത് അതാണ് ഹൈലി സെൻസിറ്റീവ്. സോ current sensitivity is the amount of deflection occurs when unit current passing through it. തീറ്റ കാണാനുള്ള ഇക്വേഷൻ തൊട്ട് മുന്നേ ഗാൽവനോമീറ്ററിൽ പഠിച്ചു. NIAB ഡിവൈഡഡ് ബൈ K. അതാണ് തീറ്റ ഡിവൈഡഡ് ബൈ I ക്യാൻസൽ ചെയ്ത് പോയാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ K. സോ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ K. അപ്പൊ എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ദ amount of deflection occurs when unit current passing through it. ഒന്നും കൂടി പറഞ്ഞേ. കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ദ amount of deflection occurs when unit current passing through it. Current sensitivity is equal to theta divided by I. So NAB divided by K. അടുത്തത് പറയുന്നത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ദ amount of deflection occurs. amount of deflection occurs when unit voltage passing through it. When unit voltage passing through it. എന്താ പറഞ്ഞത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ദ amount of deflection occurs when unit voltage passing through it. അപ്പൊ എന്താ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓംസ് ലോ അനുസരിച്ച് തീറ്റ ഡിവൈഡഡ് ബൈ IR. V is equal to IR. തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താ? NIAB divided by K divided by IR.
then I cancel ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ KR. NAB ഡിവൈഡഡ് ബൈ KR. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB. അപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി പറഞ്ഞു. എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി? കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് വെൻ യൂണിറ്റ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. കാണാനുള്ള ഇക്വേഷൻ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ K. Then എന്താ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് വെൻ യൂണിറ്റ് വോൾട്ടേജ് പാസിംഗ് ത്രൂ ഇറ്റ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ KR. അടുത്തത് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദ sensitivity of the galvanometer. Sensitivity of the galvanometer. Sensitivity of the galvanometer. Sensitivity of the galvanometer. Factors influence on the sensitivity of the galvanometer. Then sensitivity കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് theta is equal to NAB divided by K ആണ്. സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിഫ്ലക്ഷൻ അല്ല, സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ K. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ റെക്ടാങ്കുലർ കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ റെക്ടാങ്കുലർ കോയിൽ. രണ്ടാമത്തേത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മൂന്നാമത്തേത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നാലാമത്തേത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, അവിടെ യൂസ് ചെയ്തേക്കുന്ന സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. അപ്പോൾ 4 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, രണ്ടാമത്തേത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, നാലാമത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഒന്നും കൂടി പറയാം, ഇതിൽ ഏതിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട്? നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്പർ ഓഫ് ടേൺസ് കൂട്ടാൻ പറ്റുമോ നമുക്ക് ഗാൽവനോമീറ്ററിന്റെ? ഇല്ല. നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാലും സൈസ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. രണ്ടാമത് K ആണ്, K ഡിക്രീസ് ചെയ്യുക. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു ഫോസ്ഫർ ബ്രോൺ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫർ ബ്രോൺ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത്, ടു ഡിക്രീസ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. സോ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്: നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? കറണ്ട് സെൻസിറ്റിവിറ്റി is the amount of deflection occurs when unit current passing through it. Then കാണാനുള്ള ഇക്വേഷൻ current sensitivity is equal to NAB divided by K. എന്താ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി is the amount of deflection occurs when unit voltage passing through it. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി is equal to NAB divided by KR. എന്താണ് factors influence on the sensitivity of the galvanometer? Number of turns of the coil, area of cross section, strength of the magnetic field, spring constant. ഇത്രയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പാർട്ട്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ. ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന കറണ്ടിന്റെ പ്രസൻസ് അളക്കാനുള്ളതാണ്. അമ്മീറ്റർ എന്ന് പറയുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അളക്കാനുള്ളതാണ്. എങ്ങനെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും? രണ്ടാമത്തെ പാർട്ട്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ടിമീറ്റർ. ഗാൽവനോമീറ്റർ കറണ്ടിന്റെ പ്രസൻസ് ആണെങ്കിലും വോൾട്ടിമീറ്റർ വോൾട്ടേജ് അളക്കാനുള്ള. സോ എങ്ങനെയാണ് ഇത് രണ്ടും നോക്കാം. സോ ഈ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ by connecting small resistance by connecting small resistance. അതിനൊരു പേര് പറയും, ഷണ്ട് എന്ന് പറയും. by connecting small resistance shunt in parallel with galvanometer.
in parallel with galvanometer. In parallel with galvanometer. എന്താ പറഞ്ഞത്? A galvanometer can be converted into ammeter by connecting shunt in parallel. Shunt എന്ന് പറഞ്ഞാൽ സ്മോൾ റെസിസ്റ്റൻസ് ആണ്. In parallel with galvanometer. ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ആ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. എസ് എന്ന് പറയുന്ന ചെറിയ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐ ആണ്. ഇവിടെ ഞാൻ ഈ ഒരു സർക്യൂട്ടിലൂടെ ഐ കറണ്ട് പാസ് ചെയ്തു. പക്ഷേ ഐ ജി കറണ്ട് മതി ആ ഗാൽവനോമീറ്ററിൽ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കാം. ബാക്കി ഐ ജി കറണ്ട് ഉണ്ടായാൽ തന്നെ ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കാണിക്കും. ബാക്കിയുള്ള കറണ്ട് ഐ മൊത്തം വന്നു, ഐ ജി അങ്ങോട്ട് പോയാൽ ബാക്കിയുള്ളത് എന്താണ്? ഐ മൈനസ് ഐ ജി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. ഐ മൈനസ് ഐ ജി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. അപ്പോൾ ഗാൽവനോമീറ്ററിലുള്ള റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ജി, ഷണ്ടിന്റെ റെസിസ്റ്റൻസ് എസ്, ദെൻ ഗാൽവനോമീറ്ററിൽ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ജി, മൊത്തം കറണ്ട് ഐ ആണ്. സോ ഐ മൈനസ് ഐ ജി ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ ബൈ കണക്ടിങ് ഷണ്ട് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ. ഇൻ പാരലൽ കണക്ഷൻ, ഇൻ പാരലൽ കണക്ഷൻ നിങ്ങൾ പഠിച്ചതാ. എന്താ പാരലൽ കണക്ഷന്റെ പ്രത്യേകത? ഇൻ പാരലൽ കണക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് shunt, potential difference across shunt is equal to potential difference across galvanometer. Potential difference across shunt is equal to potential difference across galvanometer. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്? എന്താണ്? ഓംസ് ലോ അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോ ഷണ്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ വരിക? അതിലുള്ള കറണ്ട് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ളതോ ഐ ജി ഇൻറ്റു ജി. ദെൻ അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. എന്താ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ എന്താ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ എന്താ പറഞ്ഞത്? Galvanometer can be converted into ammeter by connecting small resistance അല്ലെങ്കിൽ shunt resistance parallel to the galvanometer. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ പറഞ്ഞത്. എന്താ ഷണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. എക്സാമിന് ചോദിക്കും. ഫോർ ഐഡിയൽ അമ്മീറ്റർ, for ideal ammeter, for ideal ammeter resistance must be 0. For ideal ammeter resistance must be equal to 0. For ideal ammeter resistance must be equal to 0. അപ്പോൾ എവിടുന്നാ നമ്മൾ തുടങ്ങിയേ? A galvanometer can be converted into ammeter by connecting shunt resistance parallel to the galvanometer. For in parallel connection potential difference across shunt is equal to potential difference across galvanometer. I minus Ig into S is equal to Igg. S is equal to Igg divided by I minus Ig. For ideal ammeter, resistance must be equal to 0. For ideal ammeter, resistance must be equal to 0. അടുത്തത് പറയുന്നത് conversion of galvanometer to voltmeter ആണ്. A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. In series with galvanometer. എന്താ പറഞ്ഞത്? A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. അതായത് ഒരു ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തു. ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇതിലൂടെ പാസ് ചെയ്യുന്നത് ഐ ആണ്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ജി ആണെങ്കിൽ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും?
റിസൾട്ടൻ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഡാഷ് കൊടുക്കുക. സീരീസ് ആയിട്ടായതുകൊണ്ട് ആർ പ്ലസ് ജി എന്ന് കൊടുക്കുക. ആർ പ്ലസ് ജി ബൈ ഓംസ് ലോ എന്താ? ബൈ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. സോ ഇവിടെ ഐ ആർ ഡാഷ് കൊടുക്കുക. സോ വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജി. ആർ ഡാഷിന് പകരം ആർ പ്ലസ് ജി കൊടുത്തു. സോ ആർ എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു ഹൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി. ഹൈ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി. A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. Then resultant resistance R dash is equal to R plus G. By Ohm's law, V is equal to IR dash. V by I is equal to R dash is equal to R plus G. R is equal to V by I minus G. For ideal voltmeter, resistance must be infinity. For ideal voltmeter, resistance must be infinity. For ideal voltmeter, resistance must be infinity. അപ്പോൾ എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട്മീറ്റർ ബൈ കണക്ടിങ് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഗാൽവനോമീറ്റർ. ഹൈ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി. ഫോർ ഐഡിയൽ വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഇൻഫിനിറ്റി. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കും. എങ്ങനെയാണ് കൺവേർഷൻ എന്ന് ഓർത്ത് വെക്കണം. ഒന്ന്, സീരീസിൽ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാണ് വോൾട്ട്മീറ്റർ ആയി കൺവേർട്ട് ചെയ്യാൻ. അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു, സംശയമില്ല എന്ന് വിചാരിക്കും. നെക്സ്റ്റ് പാർട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക. ഇവിടെ ഞാൻ ആർ ഡിസ്റ്റൻസ് അപ്പുറത്ത് ആണ് ഒരു ഇലക്ട്രോൺ എടുത്തെങ്കിൽ, സോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ആർ ഡിസ്റ്റൻസ് അപ്പുറത്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഐ ഇസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചതാണ് ക്യൂ ഡിവൈഡഡ് ബൈ ടി. ഇവിടെ ഏതാ ചാർജ്? ഇലക്ട്രോൺ ആണ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇ ഡിവൈഡഡ് ബൈ ടൈം പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഒമേഗയാണ്. തിരിച്ച് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. സോ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. സോ ഇ ഡിവൈഡഡ് ബൈ 2π ഒമേഗ. ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആർ റേഡിയസ് ആയതുകൊണ്ട്, സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ. സോ എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ദെൻ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. സോ എം ഇസ് ഈക്വൽ ടു ഐ എന്താണ്? ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു പൈ ആർ സ്ക്വയർ. സോ പൈ ക്യാൻസൽ ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇ ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. ബൈ ബോർ ആറ്റം മോഡൽ angular momentum of revolving electron in a particular orbit is integral multiple of h by 2π. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാ. Then angular momentum of revolving electron in a particular orbit is
ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2π. ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എം വി ആണ്. സോ എം വി ആർ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ എം ഇൻറ്റു ആർ ഒമേഗ ഇൻറ്റു ആർ, ഈ വിക്ക് പകരമാണ് ആർ ഒമേഗ കൊടുത്ത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു, ഇനി ഇത് കൊടുക്കുക, എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π. എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ആദ്യം ആംഗുലാർ മൊമെന്റം ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആണ് എം വി ഇൻറ്റു ആർ. വിക്ക് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി കൊടുത്ത് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ എം ഇൻറ്റു ആർ ഒമേഗ ഇൻറ്റു ആർ, എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ഈ ആർ സ്ക്വയർ ഒമേഗ മാത്രം അവിടെ നിർത്തി. ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2πm. ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2πm. അപ്പൊ ഇവിടുത്തെ ആർ സ്ക്വയർ ഒമേഗക്ക് എൻ എച്ച് ബൈ 2πm കൊടുത്താൽ ഇതിനൊന്നും കൂടി റൈറ്റ് ചെയ്താൽ ഇ ബൈ 2 ഇൻറ്റു ഒമേഗ ആർ സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ബൈ 2 ഇൻറ്റു ഒമേഗ ആർ സ്ക്വയർ, അതായത് ആർ സ്ക്വയർ ഒമേഗ എന്ന് പറയുന്നത് എൻ എച്ച് ഡിവൈഡഡ് ബൈ 2πm. എൻ എച്ച് ഡിവൈഡഡ് ബൈ 2πm ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4π. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എം സി ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഒന്നും കൂടി പറയാം, ക്യാപിറ്റൽ ലെറ്റർ എം സി ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π. സിമ്പിൾ ആയ ഡെറിവേഷൻ ആണ്. എവിടുന്നാ നമ്മൾ തുടങ്ങിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം സി ഈക്വൽ ടു ഐ സി ഈക്വൽ ടു ക്യൂ ബൈ ടി, ഇ ഡിവൈഡഡ് ബൈ 2π ബൈ ഒമേഗ, ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഏരിയ എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π into pi r square. So capital letter M is equal to E omega r square divided by 2. ഇവിടെ E by 2 into omega r square split ചെയ്ത് എഴുതി. ഇവിടെ നിന്ന് r square omega nh by 2πm കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So capital letter M is equal to E nh divided by 4πm. അടുത്തത് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ബോർ മാഗ്നറ്റോൺ. മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റോൺ. എന്താ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്? ബോർ മാഗ്നറ്റോൺ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ in the first orbit. Revolving electron in the first orbit. എന്താ പറഞ്ഞത്? Bohr magnetron is the magnetic dipole moment of revolving electron in the first orbit. Then അപ്പോൾ ഇവിടെ ഈ എന്നിന് 1 കൊടുത്താൽ മതി. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πm. അപ്പോൾ എന്താ ബോർ മാഗ്നറ്റോൺ? ബോർ മാഗ്നറ്റോൺ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഒത്തിരി മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നന്നായിട്ട് പഠിക്കാം. ഓക്കെ.